ജനങ്ങൾ വെറുത്തിട്ട് എനിക്ക് എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്താ പ്രയോജനം? ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, സഹപ്രവർത്തകരെന്നെ കരുതുന്നെങ്കിൽ എനിക്ക് ഒരു പോസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പം എൻ്റെ ലക്ഷ്യം മുഴുവൻ അതാ, ഒരു പോസ്റ്റ് എന്നുള്ളതല്ല, ഒരു സ്ഥാനം എന്നുള്ളതല്ല. ഈ 4 പതിറ്റാണ്ട് കാലത്തെ ഒരു അലച്ചിൽ, എനിക്ക് തോന്നുന്നു ഇത്രത്തോളം അലയുന്ന, ഇപ്പം ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു കാരിക്കേച്ചർ വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും എ ലീഡർ ഓൺ ദ മൂവാണ്. താങ്കളുടെ കാലുകളിൽ ടയറുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഞാൻ വളരെ ചെറുപ്പം മുതലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ പൊതുപ്രവർത്തന രംഗത്ത് വന്നു. ബാലജന സഖ്യം, പിന്നെ KSU, യൂത്ത് കോൺഗ്രസ്. അപ്പം ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഇതിലങ്ങ് അലിഞ്ഞു ചേർന്നു. അതായത് യാത്രയിലും ആളുകളുമായിട്ടുള്ള ഏറ്റവും അടുപ്പവും. എനിക്ക് ഉള്ള ഒരു സവിശേഷത അതാണ്. ഞാൻ വലിയൊരു പ്രാസംഗികനോ വലിയൊരു ചിന്തകനോ വലിയ വായനയൊക്കെ നടത്തി കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ഒരു നാട്യമില്ല താങ്കൾ? ഒന്നും അല്ല, നാട്യമില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആളല്ല ഞാൻ. എനിക്കുള്ള ഒരു അനുകൂല ഘടകമെന്ന് പറഞ്ഞാൽ എനിക്കുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ആളുകളെ കാണണം, അവരുമായി ബന്ധപ്പെടണം, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം. എൻ്റെ അറിവിൻ്റെ സ്രോതസ്സെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചൊന്നുമല്ല. എനിക്ക് ഒരുപക്ഷെ ആൾക്കാർ പറയാറുണ്ട് അതുകൊണ്ട് ഗഹനമായിട്ടുള്ളൊരു വീക്ഷണം അല്ലെങ്കിൽ ഒരു ചിന്ത, തീക്ഷ്ണമായിട്ടുള്ളൊരു വിശകലനം ശ്രീ ഉമ്മൻചാണ്ടിക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുന്നു. അല്ല, എനിക്ക് ആ ഒരു കുറവ് കാണാം. കാരണം എനിക്ക് അധികം പുസ്തകങ്ങൾ വായിക്കാനോ വളരെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി സമയമെടുക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ എനിക്ക് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ എനിക്ക് വളരെയേറെ അനുഭവ സമ്പത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ എനിക്ക് വരുന്ന കത്തുകളെല്ലാം ഞാൻ വായിക്കും. ആ കത്തുകളിലൊക്കെ വളരെയേറെ വെറും സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ആളുകളുടെ സമ്പർക്കവും ഈ എനിക്ക് വരുന്ന കത്തുകളുടെ വായിച്ചുമൊക്കെ ഉള്ള ആ ഒരു അനുഭവ സമ്പത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതാണ്. താങ്കൾക്ക് ഒരിക്കലും രാഷ്ട്രീയ ഏകാന്തത ഉണ്ടായിട്ടില്ല. അതായത് സ്റ്റഡിയാണ്. പ്രത്യേകിച്ച് മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ ഗ്രാഫുകൾ മുകളിലേക്ക് ഉയർന്ന് താഴേക്കൊന്ന് സെൻസെക്സ് ഇടിയുന്ന പോലെ ഇടിഞ്ഞിട്ടില്ല. ഒരു സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്താണ്. അതേസമയം പക്ഷെ ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഭാരവാഹിത്വമൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉമ്മൻചാണ്ടി എന്നുള്ളൊരു പോസ്റ്റായി മാറി. എവിടെയാണത് ഉമ്മൻചാണ്ടി ആ ഒരു മാസ്മരികത വർക്ക് ചെയ്തത്? എനിക്കൊരു സമീപനം എന്നാന്ന് ചോദിച്ചാൽ, ജനങ്ങൾ വെറുത്തിട്ട് എനിക്ക് എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്താ പ്രയോജനം? ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, സഹപ്രവർത്തകരെന്നെ കരുതുന്നെങ്കിൽ എനിക്ക് ഒരു പോസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പം എൻ്റെ ലക്ഷ്യം മുഴുവൻ അതാ, ഒരു പോസ്റ്റ് എന്നുള്ളതല്ല, ഒരു സ്ഥാനം എന്നുള്ളതല്ല, മറിച്ച് ജനങ്ങളുടെ ഇടയിൽ, സഹപ്രവർത്തകരുടെ ഇടയിൽ എനിക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ കാലക്രമേണ ഉമ്മൻചാണ്ടി എന്നുള്ളൊരു പോസ്റ്റായി. അതായത് 70കൾ ഉമ്മൻചാണ്ടി ഒരു പോസ്റ്റാണ്, കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ഞാനിപ്പം പിന്നെ സുബിദാസ് പറഞ്ഞത് ശരിയാണ്. ഞാൻ കോൺഗ്രസ്സിൽ ഒരു ഔദ്യോഗിക സ്ഥാനവും, ഈ MLA വഴി ആകാവുന്ന സ്ഥാനങ്ങൾ ഒഴിച്ചാൽ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഞാൻ ഇന്ന് വരെ വഹിച്ചിട്ടില്ല, വഹിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തമാണോ അത് ഞാൻ ഏറ്റെടുക്കും. പക്ഷേ എനിക്ക് അതിൽ പൂർണ്ണ സംതൃപ്തിയാണ്. കാരണം ഇത് തന്നെയാണ് എൻ്റെ തിയറി.